പാലാ പൊൻകുന്നം റൂട്ടിലാണ് ഈ ചായക്കട വരുന്നത്. നല്ല അടിപൊളി കഞ്ഞിയും പയറും, ഒരു രക്ഷയുമില്ല. ഹായ് ഫ്രണ്ട്സ്, രാവിലെ എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് വണ്ടിക്ക് ഓട്ടം ഉണ്ട്. അങ്ങനെ രാവിലെ വണ്ടി എടുക്കാൻ വേണ്ടി ട്രാവൽസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സമയം രാവിലെ 4 മണിയായിട്ടേ ഉള്ളൂ. പതിവ് പോലെ മൺവിളയും കുളത്തൂരും മുക്കോലക്കലും എല്ലാം കഴിഞ്ഞാണ് ട്രാവൽസിലേക്കുള്ള യാത്ര. 4 മണി ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി നേരെ ട്രാവൽസിൻ്റെ അടുത്തുള്ള ചായക്കടയിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ തുറന്നോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കണം. ഇന്നത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രാവൽസിനടുത്തുള്ള ഷാ സൂപ്പർ മാർക്കറ്റിലാണ്. രാവിലെ 4 മണിക്ക് തന്നെ മാമൻ ചായക്കടയും തുറന്നിരിപ്പുണ്ട്. അങ്ങനെ നല്ലൊരു സ്ട്രോങ് ചായയും കുടിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ട്രാവൽസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ നേരെ ട്രാവൽസിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്ത് ഇനി നേരെ ട്രാവൽസിലേക്ക്. ഇന്നത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇത് തന്നെയാണ്. ഇന്ന് നമുക്ക് ഓട്ടം പോകേണ്ടത് ഈ അർബാനയും കൊണ്ടാണ്. രതീഷണ്ണാണ് അർബാനയിലെ ഡ്രൈവർ. രതീഷണ്ണിന്ന് കുറച്ച് വീട്ടിലെ കാര്യങ്ങളായതുകൊണ്ട് എന്നെ ഇന്ന് ഇതിലേക്ക് ലീവാക്കിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ 2 കേസ് വെള്ളമെടുക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 5 മണിക്കെത്താനാണ് എന്നോട് കസ്റ്റമർ പറഞ്ഞത്. സമയം ഇപ്പോൾ ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ നേരെ വണ്ടിയും എടുത്ത് ഇനി അങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിലുള്ള ആലുമൂട് ദേവീക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്നാണ് എനിക്കിന്ന് ട്രിപ്പ് പോകേണ്ടത്. ഏറെക്കുറെ ആളുകളും വന്നിട്ടുണ്ട്. ഇനി വണ്ടിയും എടുത്ത് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അങ്ങനെ ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. വരുന്ന വഴിയിലെല്ലാം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും നല്ല മഴയായിരുന്നു. രാവിലെ സമയമായതുകൊണ്ട് തന്നെ കോവിലിൽ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുത്തെ ദർശനവും കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു നിൽക്കുന്നത് അടൂരുള്ള പത്മ കഫേയിലാണ്. ഗസ്റ്റും എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അടൂർ വഴി ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും പത്മ കഫേയിൽ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അടൂർ ടൗണിൽ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് പത്മ കഫേ സ്ഥിതി ചെയ്യുന്നത്. അടൂർ തന്നെയുള്ള NSS ബിൽഡിംഗ് കോംപ്ലക്സിലാണ് ഈ പത്മ കഫേ സ്ഥിതി ചെയ്യുന്നത്. വലിയ വാഹനങ്ങളുമായി വരുന്നവർക്ക് നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എൻ്റെ ഒരു കണക്കും പ്രകാരം വലിയ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ 26 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. മെയിൻ റോഡിൽ നിന്നും ഇതിനകത്തേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ വീതിക്കുറവ് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. വലിയ വാഹനവുമായി വരുന്നവർ നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വാഹനം അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് വരുന്നു. ഇതാണ് അർബാനിയ. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഒരു പ്രീമിയം ലെവലിൽ തന്നെയുള്ള ട്രാവലർ വാനാണിത്. മേഴ്സഡസ് ബെൻസും ഫോഴ്സും ചേർന്നാണ് ഇതിൻ്റെ എൻജിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എൻജിൻ പെർഫോമൻസും ഈ വാഹനം നൽകുന്നുണ്ട്. കമ്പനിയിൽ നിന്നും ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ വാഹനം ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വാഹനം ഡെലിവറി എടുത്ത ശേഷം അധികം വർക്കുകളൊന്നും ചെയ്യാതെ തന്നെ ഓടിത്തുടങ്ങാനും സാധിക്കുന്നതാണ്. അർബാനിയ വാഹനത്തെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ഞാനൊരു ഓട്ടോ വ്ളോഗറൊന്നുമല്ല. എങ്കിലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. എന്നിരുന്നാൽ തന്നെയും ഞാനൊരു ഡ്രൈവറാണ്. ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്ക് പല പല വാഹനങ്ങൾ ഓടിക്കേണ്ട സിറ്റുവേഷനുകൾ ഉണ്ടാകാറുണ്ട്. ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഗസ്റ്റിനെ ഇറക്കേണ്ട ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. ഗസ്റ്റിനെയും അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഞാനിനി നേരെ പോകുന്നത് പാർക്കിങ്ങിലേക്കാണ്. ഇതുവരെയായിട്ടും ഞങ്ങൾ എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള നാലമ്പല ദർശനത്തിനാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ കോവിലെത്തിയതേ ഉള്ളൂ. എനിക്ക് കോവിലിൻ്റെ അടുത്തുള്ള വിഷ്വലൊന്നും എടുക്കാൻ പറ്റില്ല. കാര്യം വണ്ടി നമുക്കിപ്പം നല്ല ദൂരത്തേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തൃശ്ശൂർ നാലമ്പലവും വരും, കോട്ടയം നാലമ്പലവും വരുന്നുണ്ട്. അതിലുള്ള കോട്ടയം നാലമ്പലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് രാമപുരമാണ്. കറക്റ്റ് നമ്മൾ പറഞ്ഞ പാലാ രാമപുരം കൂത്താട്ടുള്ള റോഡിലുള്ള രാമപുരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ടെമ്പിളിലാണ് നിൽക്കുന്നത്. ഇനി ബാലൻസ് 3 ടെമ്പിളുണ്ട്. നമ്മളപ്പോൾ ആ 3 ടെമ്പിളും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ടെമ്പിളിലേക്ക് വരണം. ടെമ്പിളിൽ വന്നു കഴിയുമ്പോഴേ നമ്മുടെ ഈ നാലമ്പല ദർശനം പൂർത്തിയാകത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ കോവിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ചിലർ വണ്ടി ഓടിപ്പോകുന്ന
വീഡിയോ കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചില ട്രിപ്പുകളിൽ നമുക്ക് കസ്റ്റമർ നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർ സമ്മതിക്കത്തില്ല. അതുപോലെ ഞാനിപ്പം ഉപയോഗിക്കുന്ന ഒരു ഫോൺ മാത്രമാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റും കാര്യങ്ങളുണ്ട്. വരും വീഡിയോകളിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്ത് നല്ലതായിട്ട് വീഡിയോ ആയിട്ട് കാണിക്കും. ഇപ്പോൾ മാക്സിമം ഞാൻ എന്നിലൂടെയുള്ള കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ വെക്കണം. തിരുവനന്തപുരം കഴിഞ്ഞപ്പോൾ മുതൽ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. ഇവിടെയും ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു മഴ പെയ്ത ശേഷമാണ് നിൽക്കുന്നത്. രാവിലെ 5:30 മണിക്കാണ് കഴക്കൂട്ടത്ത് നിന്നും യാത്ര തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം 10:30 മണിയായിട്ടുണ്ട്. കഴക്കൂട്ടത്ത് നിന്നും രാമപുരത്തേക്കുള്ള എൻ്റെ യാത്രയുടെ റൂട്ട് പറയുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് നിന്നും കൊട്ടാരക്കര, അടൂര്, പത്തനംതിട്ടയിൽ നിന്നും റാന്നി, മണിമല, പൊൻകുന്നം, പാലാ വഴി രാമപുരത്തേക്കാണ്. കൊട്ടാരക്കര ക്ഷേത്രവും ഫുഡ് കഴിക്കാൻ എടുത്ത സമയവും 1 മണിക്കൂർ കൂട്ടിയാൽ തന്നെയും ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് എനിക്കിവിടെ എത്താൻ സാധിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് നാലമ്പല ദർശനത്തിൻ്റെ ആദ്യ ക്ഷേത്രമായ രാമപുരത്തുള്ള ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലാണ്. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ രാമൻ തൻ്റെ വനവാസകാലത്ത് വിശ്രമിച്ച സ്ഥലമെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. നാലമ്പല ദർശനത്തിൻ്റെ രണ്ടാമത്തെ ക്ഷേത്രമായ കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീരാമൻ്റെ സഹോദരനായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായി വരുന്നത്. രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നുണ്ട്. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിൻ്റെ മൂന്നാമത്തെ ക്ഷേത്രമായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. രാമാനുജനായ ഭരതനെ ഒരു നല്ല ഭരണാധികാരിയായിട്ടാണ് അമനകര ക്ഷേത്രത്തിൽ സങ്കല്പിക്കുന്നത്. നാലമ്പല ദർശന സമയത്ത് നമ്മളിവിടെ എപ്പോൾ വന്നാലും ഇവിടെ അന്നദാനം നമുക്ക് ലഭിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നത് അന്നദാനം കഴിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് ഞാനിപ്പോൾ നേരെ എൻ്റെ വണ്ടിയിൽ വന്ന് എൻ്റെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. കുറച്ചു നേരമായിട്ടും ഗസ്റ്റിനെ കണ്ടില്ല. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇച്ചിരി കുടിച്ച് വെച്ച് ഇറങ്ങാമോ, അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി വിശാലമായിട്ടൊന്ന് കുടിച്ചിട്ട് വരുന്നു. നാലമ്പല ദർശനത്തിൻ്റെ അവസാന ക്ഷേത്രമായ മേദിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാലമ്പല ദർശന സമയത്ത് രാവിലെ മുതൽ ഉച്ചവരെ ശത്രുഘ്നനായും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെയും സന്താല ഗോപാലനായുമാണ് ഇവിടെ ദൈവത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാലമ്പല ദർശന സമയത്ത് കഴിവതും ഭക്തർ രാവിലെയും ഉച്ചയ്ക്ക് മുൻപുമായി ക്ഷേത്ര ദർശനം തീർക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ മേദരിയിൽ വരുമ്പോഴത്തേക്കൊരു ചെറിയൊരു സീനറി ഉണ്ട്. വലിയതായിട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു സീനറി ഉണ്ട്. ഇവിടെ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. അത് ചെറിയ രസമുണ്ടത്. എന്നാലും ഞാൻ കാണിച്ചതാണ്. മേദിരിയും കൂടെ ആകുമ്പോഴത്തേക്കും നാലമ്പല ദർശനത്തിൻ്റെ 4 കോവിലുകളും ആകും. പക്ഷേ എന്നിരുന്നാലും നാലമ്പല ദർശനം കംപ്ലീറ്റ് ആവത്തില്ല. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടി രാമപുരം ക്ഷേത്രത്തിലേക്ക് പോകണം. അതായത് രാമപുരം ക്ഷേത്രത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്റ്റാർട്ട് ചെയ്താണ് ബാക്കി കോവിലെല്ലാം കണ്ട് ലാസ്റ്റാണ് നമ്മളിപ്പോൾ മേതിരിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ 4 കോവിലായി. 4 കോവിലും കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ രാമപുരം ക്ഷേത്രത്തിലേക്ക് പോകണം. രാമപുരം ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വേണം നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാനെന്നാണ് ഒരു ശാസ്ത്ര ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ വരുന്നതിൽ ഒട്ടുമിക്ക പേരും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മേതിരിയിൽ നിൽക്കുകയാണ്. ഇനി നമ്മളിവിടെ തിരിച്ച് നേരെ കഴിഞ്ഞ് രാമപുരം ക്ഷേത്രത്തിലേക്ക് പോയ ശേഷം വേണം നമുക്ക് പിരിയാൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയും കൂടെ ദർശനം കഴിയുമ്പോൾ കോട്ടയം നാലമ്പല ദർശനം പൂർത്തിയാകും. അമനകര ക്ഷേത്രത്തിൽ നിന്നും കഞ്ഞി കുടിച്ചത് കൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് ഗസ്റ്റിനോടൊപ്പം ഫുഡ് കഴിക്കാൻ പോയില്ല. അങ്ങനെ ഗസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ചു കഴിഞ്ഞ ശേഷം വണ്ടിയുടെ അടുത്തേക്ക് വരാം, വണ്ടി എടുത്ത് ഇങ്ങ് വരണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് കയറി കഴക്കൂട്ടത്തേക്ക്. പാല, പൊൻകുന്നം, മണിമല, റാന്നിയിൽ നിന്ന് നേരെ പത്തനാപുരം, പത്തനാപുരത്ത് നിന്ന് പുനലൂർ, അഞ്ചൽ, ആയൂർ വഴിയാണ് കഴക്കൂട്ടത്തേക്കുള്ള എൻ്റെ ഇനിയുള്ള യാത്ര. പോകുന്ന വഴി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ചായയും സ്നാക്സും കഴിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റെഡിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. 3:30 മണി കഴിഞ്ഞപ്പോൾ പൊൻകുന്നം എത്താറായി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഈ സ്ഥലത്തിന് കൂരാലി എന്നാണ് പറയുന്നത്. കൂരാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കട നിങ്ങളെല്ലാവരും നോക്കി വെച്ചോണം. ബജിക്കട എന്നാണ് ഇതിൻ്റെ പേരും പറയുന്നത്. 10-25 ആളുകൾക്ക് ഇരുന്ന് ചായ കുടിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുമെനയുള്ള ടോയ്ലറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല വെറൈറ്റി സ്നാക്സുകളും ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെല്ലാം അവർ അപ്പോൾ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുമുണ്ട്. എന്നാൽ ചില കടകളിൽ ചെന്നാൽ നമുക്കങ്ങനെ ഒരു വൃത്തി കാണാനേ സാധിക്കുന്നില്ല. എനിക്ക് ആവശ്യമുള്ള എണ്ണക്കടി ഞാൻ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിനൊരു സ്ട്രോങ് ചായയും പറഞ്ഞു. അങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ച് ഇരിപ്പാണ്. ഇനി പോകുന്ന വഴിക്ക് വണ്ടിക്ക് ആവശ്യമുള്ള ഡീസലും അടിക്കണം. പൊൻകുന്നത്തെ KSRTCയുടെ പെട്രോൾ പമ്പിൽ കയറാനാണ് ഇപ്പോൾ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. വാഹനം നിർത്തി ചായ കുടിക്കുവാനും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ പാലാ പൊൻകുന്നം റൂട്ട് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ കടയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. പൊൻകുന്നത്തെ KSRTC പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വണ്ടിക്ക് ആവശ്യമുള്ള ഡീസൽ അടിക്കുന്നുണ്ട്. 103 രൂപയാണ് പൊൻകുന്നത്തെ ഇന്നത്തെ ഡീസൽ വില. ഡീസലും അടിച്ചുകൊണ്ട് ഇനി നേരെ പോകുന്നത് കഴക്കൂട്ടത്തേക്ക്. വരുന്ന വഴിയിൽ ആറ്റിങ്ങലും കോരാണിയിലും ആളുകൾ ഇറങ്ങാനുണ്ടായിരുന്നു. അവരെയും ഇറക്കി കഴക്കൂട്ടത്ത് ബാക്കിയുള്ള ഗസ്റ്റിനെയും ഡ്രോപ്പ് ചെയ്ത് വണ്ടിയുടെ പേയ്മെൻറ്റും കളക്ട് ചെയ്ത് ഞാനിപ്പോൾ നേരെ പോകുന്നത് ട്രാവൽസിലേക്കാണ്. സമയം ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ട്രാവൽസിൽ വന്നപാടെ എൻ്റെ അടുത്ത ജോലി ഞാൻ തുടങ്ങുന്നുണ്ട്. ഞാനെപ്പോഴും ട്രാവൽസിൽ വന്നാൽ കഴിവതും അപ്പോൾ തന്നെ വണ്ടിയെല്ലാം വൃത്തിയാക്കിയിട്ട ശേഷം മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഞാനിപ്പോൾ ഈ വണ്ടി ലീവ് വന്നതും കൂടെയാണ്. ഈ വണ്ടിക്ക് എപ്പോഴും ട്രിപ്പുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വണ്ടി ഓട്ടം കഴിഞ്ഞ് വന്നാൽ തന്നെ ഞാൻ കഴുകിടാൻ ശ്രമിക്കും. വണ്ടിയെല്ലാം നല്ലപോലെ കഴുകിയിട്ടിട്ട് വേണം ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ. രതീഷണ്ണാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ. രതീഷണ്ണനെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതായിരിക്കും. വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ ട്രാവൽസിനകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. അകത്തൊരു കാറ് കിടപ്പുണ്ട്. കാറെടുത്ത് മാറ്റിയാൽ മാത്രമേ അകത്തേക്ക് ഫുള്ളായി കയറ്റിയിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പകുതി റോഡിലും പകുതി ട്രാവൽസിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴുകി കഴിഞ്ഞ ശേഷം വേണം കാറിനെ എടുത്ത് മാറ്റിയിട്ട് ഈ വണ്ടീനെ അകത്തേക്ക് കയറ്റിയിടാൻ. തിരുവനന്തപുരം ഭാഗത്ത് ടൂറിസ്റ്റ് വാഹനങ്ങളുടെ എന്ത് എൻക്വയറികൾക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വാഹനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോൾ ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ ഈ പുതിയൊരു തുടക്കത്തിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചില സമയങ്ങളിലൊന്നും അതിന് സാധിക്കുന്നുമില്ല. വരും വീഡിയോകളിൽ ഞാൻ കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അങ്ങനെ വാഹനമെല്ലാം നല്ല രീതിയിൽ കഴുകിക്കഴിഞ്ഞിട്ടുണ്ട്. അകത്തെ ഗ്ലാസും ഡാഷ്ബോർഡും എല്ലാം നല്ല രീതിയിൽ തുടച്ചിട്ടുമുണ്ട്. 16+1 എന്ന ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനത്തിൻ്റെ എൻക്വയറികൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ വാഹനമെല്ലാം കഴുകി കണക്കും കാര്യങ്ങളുമെല്ലാം ഓണറേഡും കൊടുത്ത ശേഷം ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.